നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് തോട്ട്സ് എന്താണ്, അവരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണ്, അവരെന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു റീയൂണിയൻ ഉണ്ടാകുമോ, ഇതും വീഡിയോയുടെ അവസാനം അറിയാൻ സാധിക്കും. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറലസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ടുകളയുക. ഇത് ജനറലസ് റീഡിംഗ് ആണെന്ന് പറഞ്ഞല്ലോ. കുറേ പേര് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്, ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണോ എന്ന്. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് ജനറലിസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്നത് സ്വീകരിക്കുക. ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് സ്ത്രീയെന്നോ പുരുഷനെന്നോ എടുത്ത് പറയാറില്ലല്ലോ. പിന്നെ അടുത്ത കാര്യം, ഇപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ കാര്യത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ക്ലിയർ പിക്ചർ ലഭിക്കണം. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ബ്ലോക്കേജ് എന്താണ്, അത് കരിയർ ആവട്ടെ, സാമ്പത്തികമാവട്ടെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആവട്ടെ, അതൊക്കെ കൃത്യമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് ബുദ്ധിമുട്ടുന്നവരാണ്, ഒരു ഹീലിംഗ് വേണം, മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്നവരാണ്, സാമ്പത്തിക കാര്യത്തിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ബ്ലോക്കേജാണ്, ഭയങ്കരമായിട്ട് എല്ലാത്തിനും തടസ്സമാണ്, ഇതിനൊക്കെ ഈ ഒരു പ്രശ്നമൊക്കെ അനുഭവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിച്ചതിന് ശേഷം അത് പരിഹരിച്ചും തരുന്നതാണ്. നിങ്ങളുടെ പേരും നാളും ഉപയോഗിച്ച് മന്ത്രം ജപിച്ച് തയ്യാറാക്കുന്ന ബ്രേസ്ലെറ്റ്സുമൊക്കെയാണ് പരിഹാരമായിട്ട് കൊടുക്കുന്നത്. ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ്, തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ്, അങ്ങനെ പല രീതിയിലും കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ബ്രേസ്ലെറ്റാണ്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഓരോ ആൾക്കാരും ഡിഫറെൻ്റ് ആണ്. അവരുടെ ലൈഫിലുണ്ടാവുന്ന പ്രശ്നങ്ങളും ബ്ലോക്കേജസും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ കസ്റ്റമൈസ്ഡ് ചെയ്തിട്ടുള്ള ബ്രേസ്ലെറ്റാണ്, പരിഹാരങ്ങളുമാണ് നിങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു റിസൾട്ട് കിട്ടുകയും ചെയ്യും. നമ്മൾക്കിനി റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് 5 ഓഫ് പെൻറ്റക്കിൾസ്, വീൽ ഓഫ് ഫോർച്യൂൺ, ഏസ് ഓഫ് വാൻസ്, 6 ഓഫ് സോർഡ്സ്, 10 ഓഫ് വാൻസ്, ദ ലവേഴ്സ് കാർഡ്, 4 ഓഫ് പെൻറ്റക്കിൾസ്, 2 ഓഫ് കപ്സ്, ദ സ്റ്റാർ കാർഡ്, ജഡ്ജ്മെൻറ്റ്. നമുക്ക് റീഡിംഗ് നോക്കാം. ഇവിടെ ആദ്യം തന്നെ യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഇവിടെ മെയിനായിട്ടും നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നിങ്ങളുടെ വ്യക്തിയെ അലട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ പോലെ ജീവിച്ചിട്ടുള്ളവരാവാം. ഇവിടെ ആദ്യം തന്നെ യൂണിവേഴ്സിന് നിങ്ങളടുത്ത് പറയാനുള്ളത്, നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് വളരെ ഇമോഷണലി ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ ഒരിക്കലും സാമ്പത്തികത്തിൻ്റെ ആ ഒരു കാര്യം വെച്ചിട്ടല്ല നിങ്ങൾ സ്നേഹിച്ചത്. നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിലുണ്ടായ കാശ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് സാധിച്ചു തരാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ വാങ്ങിച്ചു തരാൻ സാധിക്കുന്നില്ല എന്നിരുന്നെങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് കാണിച്ചിരുന്ന ആ ഒരു സ്നേഹത്തിനെ കുറിച്ചിട്ട് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നതായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾ എല്ലാ സാഹചര്യത്തിലും അഡ്ജസ്റ്റഡ് ആയിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിൽ കുറച്ച് സാമ്പത്തികം കുറഞ്ഞാലോ പണം കുറഞ്ഞാലോ അതിലൊന്നും നിങ്ങൾക്കൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ടിരുന്നത് നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങൾക്ക് ആ വ്യക്തിയുടെ അടുത്തുള്ള സ്നേഹത്തിനുമായിരുന്നു. അവരിൽ നിന്നും സ്നേഹം, അതായത് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു സ്നേഹം കിട്ടുന്നുണ്ട്, അവർ നിങ്ങൾക്ക് സമയം തരുന്നുണ്ട്, നിങ്ങളുടെ കൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതും നിങ്ങൾ വാല്യൂ കൊടുത്തുകൊണ്ടിരുന്നതും ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ നിങ്ങളുടെ വ്യക്തിയുടെ പണമോ സൗന്ദര്യമോ ഒന്നും കണ്ടിട്ടല്ല നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ നിന്നിരുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ഭയങ്കര വിഷമിച്ചായിട്ടാണ് നിങ്ങളെക്കുറിച്ചിട്ട് അത് ആലോചിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പോലും നിങ്ങൾ കൊടുത്തിരുന്ന ആ ഒരു കെയറിങ്ങും, ആ ഒരു വ്യക്തിക്ക് സാമ്പത്തികത്തിൻ്റെ കുറവുള്ള സമയത്ത് പോലും നിങ്ങൾ
എല്ലാത്തിനും അഡ്ജസ്റ്റഡ് ആയിരുന്നു. നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തിരുന്ന ആശ്വാസം, ഇതൊന്നും അവർക്ക് മറക്കാൻ സാധിക്കുന്നില്ല. ഈ ഒരു കുറച്ച് ദിവസമായിട്ട് നിങ്ങളുടെ വ്യക്തിയെ വല്ലാണ്ട് അലട്ടുന്ന ഒരു പ്രശ്നമായിട്ടാണ് ഇതിവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഉറപ്പായിട്ടും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഇമ്മാതിരി ചിന്തകൾ വരുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തിൻ്റെ ഒരു പോക്കേ, അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ആ വേദനയെല്ലാം നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ യൂണിവേഴ്സ് കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ആക്ച്വലി നഷ്ടപ്പെട്ടത് നിങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തിയ, നിങ്ങളെ മാനസികമായിട്ട് ഉപദ്രവിച്ച, ശാരീരികമായിട്ട് ഉപദ്രവിച്ച, മറ്റുള്ളവരുടെ പേരിൽ നിങ്ങളുടെ അടുത്ത് വഴക്കുണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സ്, നിങ്ങൾ ആ ഒരു സ്നേഹം, നിങ്ങൾ കൊടുത്ത സ്നേഹത്തിന് നിങ്ങൾക്ക് തിരിച്ചിതാണല്ലോ കിട്ടിയത് എന്നുള്ള ഒരു വിഷമം മാത്രമാണ് നിങ്ങൾക്കുള്ളത്. പക്ഷേ നിങ്ങളുടെ വ്യക്തി ഒരു നഷ്ടബോധം അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് അവരെ ഇത്രയേറെ സ്നേഹിച്ച, പരിഗണിച്ച, കെയറിങ് ചെയ്തിരുന്ന ആ ഒരു വ്യക്തിയാണല്ലോ അവർ ഉപേക്ഷിച്ചത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയാണല്ലോ അവർ വേദനിപ്പിച്ചത്. ആ ഒരു നഷ്ടം അവരെ വല്ലാണ്ട് അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പം യൂണിവേഴ്സ് നിങ്ങൾക്ക് ഭയങ്കര അനുകൂലമായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ തന്നെ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. യൂണിവേഴ്സിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. യൂണിവേഴ്സിൻ്റെ അടുത്ത് താങ്ക് യു പറയുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അടുത്തതായിട്ട് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത്, നിങ്ങളുമായിട്ട് എവിടെയെങ്കിലും പോയി ജീവിച്ചായിരുന്നെങ്കിൽ, അതായത് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് ഒരുപാട് പേര് ആ ഒരു റിലേഷൻഷിപ്പ് സ്പ്ലിറ്റ് ചെയ്യാനും നിങ്ങളെ തമ്മിൽ വഴക്കുണ്ടാക്കിച്ച് പിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് വഴക്കിടുന്നതിനേക്കാൾ മുന്നേ, അതായത് വഴക്കിടുന്നതിന് പകരം നിങ്ങളുടെ കൂടെ നിന്നിരുന്നെങ്കിൽ, നിങ്ങൾ കാണിച്ച ആ ഒരു സ്നേഹം നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിയിരുന്നെങ്കിൽ, നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചായിരുന്നെങ്കിൽ, ആ ഒരു വ്യക്തി അവർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ മാത്രം ഉണ്ടായ ആ ഒരു ലോകത്ത് ജീവിക്കായിരുന്നു. അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് സമാധാനവും സ്വസ്ഥതയും കിട്ടിയേനെ. ഇതൊക്കെ ഇപ്പോൾ അവർ ചിന്തിക്കാനുള്ളൊരു റീസൺ ഉറപ്പായിട്ടും ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്, അവരിപ്പോൾ മെൻ്റലി ഓക്കെ അല്ല. അവരുടെ ലൈഫിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവർ നന്നായിട്ട് ഫേസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകിൽ അത് അവരുടെ കരിയറിലാവാം, അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിലാവാം. ലൈഫിൽ നല്ല പ്രശ്നങ്ങളുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ ഭാരം ചുമക്കുന്നുണ്ട്. നിങ്ങളുടെ കാര്യം നോക്കിയിട്ട് നിങ്ങളുമായിട്ടൊരു ജീവിതം ജീവിച്ചായിരുന്നെങ്കിൽ, നിങ്ങൾ പറയുന്നതനുസരിച്ച്, നിങ്ങൾ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിച്ച് നിങ്ങളുടെ ആ ഒരു വികാരത്തിന് വാല്യൂ കൊടുത്തിട്ട് നിങ്ങളെ മാത്രം പ്രയോറിറ്റി തന്നിട്ട് ജീവിച്ചായിരുന്നെങ്കിൽ എന്ന് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ജീവിതം ആയിരുന്നു നിങ്ങളുടെ വ്യക്തി തിരഞ്ഞെടുത്തത് എന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത കുറേ ഭാരങ്ങൾ ഇപ്പോൾ ചുമക്കേണ്ടി വരില്ലായിരുന്നു. കാരണം അവർ ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഫാമിലി പരമായിട്ടും, കരിയർ സംബന്ധമായിട്ടും, ശാരീരികമായിട്ടും. നിങ്ങളുടെ വ്യക്തിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരികമായിട്ട് ഒട്ടും വയ്യ. അവരാകെ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അവർക്ക് റെസ്റ്റ് ആവശ്യമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ ഇപ്പോൾ നിങ്ങൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫായിരുന്നു, ഒന്നിച്ച് ജീവിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലിരുന്ന സമയത്ത് അവർ ഒരു തളർന്നു വരികയാണെങ്കിൽ, നിങ്ങളാണെങ്കിൽ അവർക്ക് കൊടുത്തിരുന്ന ആ ഒരു സ്നേഹം, ആ ഒരു കരുതൽ, ആ ഒരു സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പിറകിൽ നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു വേദന അവർ അറിഞ്ഞിരുന്നില്ല. കാരണം ഈ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവരൊന്നും അറിയത്തില്ല. അത് വൺസ് ഇല്ലാണ്ടായ സമയത്ത് ഇപ്പം നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കാനും ഇല്ല, അവർക്ക് കെയറിങ് കൊടുക്കാനും ഇല്ല. അവരിപ്പോൾ തളർന്നു വന്നു കഴിഞ്ഞാൽ പോലും ഒരാശ്വാസവാക്ക് പറയാൻ പോലും ആരുമില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഇല്ലാത്തപ്പം ആ ശരീരത്തിൻ്റെ അസ്വസ്ഥത നിങ്ങളുടെ വ്യക്തിക്ക് താങ്ങാൻ സാധിക്കുന്നില്ല. ശരീരത്തിൻ്റെ അസ്വസ്ഥതയും മനസ്സിൻ്റെ അസ്വസ്ഥതയും ഇതൊന്നും താങ്ങാൻ സാധിക്കുന്നില്ല. നേരത്തെ നിങ്ങളുണ്ടായിരുന്ന സമയത്ത് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ഇപ്പം ആ വേദന നിങ്ങളുടെ വ്യക്തി നല്ല രീതിയിൽ അറിയുന്നുണ്ട്, അനുഭവിച്ചറിയുന്നതായിട്ട് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്.
ഇവിടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ആരും വിചാരിച്ചാലും പിരിക്കാൻ സാധിക്കത്തില്ല എന്നാണ് അടുത്തതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ട്. നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെ പ്രശ്നം വന്നാലും ഇപ്പം നിങ്ങൾ തന്നെ ലൈഫിൽ മൂവ് ഓൺ ചെയ്യാൻ സ്റ്റാർട്ടായിട്ടുണ്ടാവാം. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് ഉപദ്രവിച്ച് വേണ്ടെന്ന് വെച്ച് അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ ഉള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നപ്പോൾ നിങ്ങൾ പതുക്കെ ലൈഫിൽ മൂവ് ഓൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം. എന്നിരുന്നാൽ പോലും നിങ്ങൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ പോലും എപ്പോഴൊക്കെയോ നിങ്ങളൊന്ന് ഉറങ്ങുന്ന സമയത്താവാം, അല്ലെങ്കിൽ ഒന്ന് കണ്ണടച്ചിരിക്കുന്ന സമയത്താവാം, ഇവരെ പറ്റിയിട്ടുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിലൊന്ന് മിന്നിമറയും. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്താണ് നിങ്ങളുടെ മനസ്സിലും അതേ തോട്ട്സ്, അവരെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾ മൂവ് ഓൺ ആവുന്ന സമയത്തും അവരെക്കുറിച്ചിട്ടുള്ള അതേ തോട്ട്സ് നിങ്ങളുടെ ചിന്തയിൽ വരുന്നത്. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിഞ്ഞിരിക്കുകയാണ് കംപ്ലീറ്റ്ലി. ഇപ്പോൾ നിയമപരമായിട്ടാണെങ്കിൽ പോലും പിരിഞ്ഞിരിക്കുകയാണ് എന്നുണ്ടെങ്കിലും ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ തേടിയെത്തും. അത് യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും എന്ന് തന്നെയാണ് കേട്ടോ. ഇവിടെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ കുറച്ച് നാളിന് മുന്നേ ഉണ്ടായത്, നിങ്ങൾ പിരിയുന്ന ഒരു സമയം വരെ ഉണ്ടായിരുന്നത് ഒരു ആവശ്യമില്ലാത്ത എന്തോ ഒരു കാര്യം നിങ്ങളുടെ ഇടയിൽ വന്നിട്ടാണ്. ആ ഒരു പ്രശ്നം അതൊരു നെഗറ്റീവ് എനർജി ആവാം, അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ സാന്നിധ്യമാവാം, അല്ലെങ്കിൽ വേറെ ആൾക്കാർ മൂലം ഉണ്ടായിട്ടുള്ള പ്രസൻസ് ആവാം. ആ ഒരു പ്രശ്നം നിങ്ങളുടെ ലൈഫിനെ വല്ലാണ്ട് ഹോൾഡ് ചെയ്ത് നിങ്ങളെ അതായത് പിടിച്ച് മുറുക്കി എന്ന് പറയാം. അങ്ങനെ ശ്വാസം മുട്ടിയിട്ടാണ് നിങ്ങൾ രണ്ടുപേരും സ്പ്ലിറ്റ് ആയത്. കാരണം മറ്റൊരാളുടെ എനർജി ലൈഫിൽ കയറി വരുമ്പോഴത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. സ്നേഹമായിട്ടിരിക്കുന്ന ഒരു ബന്ധത്തിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ഹസ്ബൻഡ് ആവട്ടെ, വൈഫിനാവട്ടെ, ജസ്റ്റ് ഒരു പരിഗണനയും സ്നേഹവും ഒരു കരുതലും ഒന്നും ഇല്ലാണ്ട് ചുമ്മാ അങ്ങ് ജീവിച്ചു പോകുമായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവുകയില്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സ്നേഹിച്ച് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് എല്ലാത്തിനും കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വിഷമങ്ങളും എല്ലാം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരാളുടെ അല്ലെങ്കിൽ മറ്റൊരു ക്ഷണിക്കപ്പെടാത്ത ഒരു പ്രസൻസ് ലൈഫിൽ വന്നപ്പോഴത്തേക്ക് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. അത് നിങ്ങളുടെ ലൈഫിനെ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നു. അതാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നം. നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ്, ആവശ്യമില്ലാത്ത വ്യക്തികളോട് സംസാരിച്ച്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ ഇടയിലും കുടുംബത്തിൻ്റെ ഇടയിലും കൊണ്ടുവന്നിട്ട് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടിയിരുന്നില്ല. നിങ്ങളുടെ വ്യക്തിക്ക് ആ ഒരു സമയം തൊട്ടിട്ടേ അറിയാം അത് എന്ത് തന്നെയാണെങ്കിലും, നിങ്ങൾ തമ്മിൽ പിരിയാനുണ്ടായ പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും അത് അവിടെ തന്നെ ഉപേക്ഷിക്കേണ്ടതായിരുന്നു. താൽക്കാലികമായിട്ടുണ്ടായ ആ ഒരു സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു റിലീഫിനും വേണ്ടിയിട്ട് മറ്റൊരു എനർജിയെ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ആ ഒരു എനർജി എന്ന് പറയുന്നത് അത്ര നല്ലതല്ലായിരുന്നു എന്ന് നിങ്ങളുടെ വ്യക്തിക്ക് അറിയായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ചിട്ട് നിങ്ങളുമായിട്ട് വലിയ പ്രശ്നം ഉണ്ടാവുമെന്നോ, നിങ്ങളുടെ ഇടയിൽ സംസാരം ഉണ്ടാവുമെന്നോ, നിങ്ങളുമായിട്ട് പിരിയും എന്നൊന്നും നിങ്ങളുടെ വ്യക്തിക്ക് അങ്ങനെ അത്രയൊന്നും അവർ ചിന്തിച്ചിരുന്നില്ല. പക്ഷേ ഈ ഒരു കാര്യം, അതായത് ആ ഒരു വിഷയം ലൈഫിൽ വന്നതിന് ശേഷം നിങ്ങൾക്കെതിരെ നിങ്ങളുടെ വ്യക്തി ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും, ആരാണോ നിങ്ങളുടെ ഇടയിൽ വന്നത് അവരെ സപ്പോർട്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. അതായത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ വ്യക്തിക്ക് അറിയായിരുന്നു ഇപ്പം ഈ ഒരു എനർജി എന്ന് പറഞ്ഞല്ലോ, നിങ്ങളുടെ ലൈഫിൻ്റെ ഇടയിൽ വന്ന ആ ഒരു എനർജി, അതെന്തോ ആവട്ടെ, അതൊരു മറ്റൊരു പേഴ്സൺ ആവട്ടെ, ആ ഒരു ആളുമായിട്ടുള്ള ഇടപെടൽ, ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പം നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ തന്നെ അറിയായിരുന്നു ഇത് അധിക നാൾ നീണ്ടു നിൽക്കില്ല, ഇതല്ല ലൈഫ് ലോങ് നിൽക്കാൻ പോകുന്നത്, ഈ ഒരു ബന്ധം ആവശ്യമില്ലാത്തതാണ്. എന്നിരുന്നാൽ പോലും അത് ഉള്ളിൽ എന്താണോ നിങ്ങളുടെ വ്യക്തിക്ക് തോന്നിയ ആ ഒരു ഇൻഡ്യൂഷൻ, അതിനെ ഗൗനിക്കാതാണ് ആ ഒരു റിലേഷൻഷിപ്പായിട്ട് മുമ്പോട്ട് പോയത്. ആ ഒരു റിലേഷൻഷിപ്പ് അത് ഫ്രണ്ട്ഷിപ്പ് ആവാം, എന്തും ആവാം കേട്ടോ. ഇവിടെ മെയിനായിട്ട് സംഭവിച്ച കാര്യം എന്തെന്നാൽ, ഈ ഒരു നിങ്ങളുടെ വ്യക്തിയുടെയും അല്ലാത്ത എനർജിക്ക് ഒരു പ്രത്യേകതരം ഇമ്പോർട്ടൻസ് നിങ്ങളുടെ വ്യക്തി കൊടുത്തു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി അതെല്ലാം തിരിച്ചറിഞ്ഞ ഒരു നിമിഷമാണ്
ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് ആണ് ഇനി പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ യൂണിവേഴ്സിനടുത്ത് 100% ട്രസ്റ്റ് വയ്ക്കുക. നിങ്ങളുടെ പ്രാർത്ഥന ഫലിക്കുന്നുണ്ട്. പോസിറ്റീവായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതിൽ ഫോക്കസ് ചെയ്യുക. പ്രതീക്ഷയോടെ ഇരിക്കുക. നിങ്ങൾ ഇത്രയും നാളും നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ട് ആരുടെടുത്തെങ്കിലും തിരക്കിയിട്ടുണ്ട്, അവരെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി അവരുടെ അടുത്ത് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇത്രയും നാളും അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ കാര്യമായിട്ട് മുമ്പോട്ട് പോവുക. നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളെല്ലാം ലെറ്റ് ഗോ ചെയ്യുക. ആ സ്പോട്ടിൽ നിങ്ങൾ എപ്പോഴാണോ കംപ്ലീറ്റ്ലി ഓൾറെഡി നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫുമായിട്ട് പൊരുത്തപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ഒരു മടുപ്പ് പിടിച്ചൊരു ലൈഫ് പോലെയാണ് നിങ്ങൾക്ക്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വന്തമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ജീവിതത്തെ ആസ്വദിക്കാൻ തുടങ്ങുക. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ആരെങ്കിലും മുഖേന നിങ്ങളെ കാണണം, നിങ്ങളുടെ സംസാരിക്കണം എന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമെന്നാണ്. ഇവിടെ നിങ്ങൾക്ക് ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. കാരണം നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല. നിങ്ങളുടെ വ്യക്തി ചെയ്തതിൻ്റെ കർമ്മഫലം നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വേണ്ടുന്നത് സമാധാനവും സ്വസ്ഥതയുമാണ്. നിങ്ങൾക്ക് ആ ഒരു സമാധാനവും സ്വസ്ഥതയും കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇഷ്ടം അതെല്ലാം ചെയ്യാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഇത്രയും കാലവും നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ സന്തോഷം മറ്റൊരാളിൽ ഡിപ്പെൻഡ് ചെയ്യണ്ട എന്നാണ് ഇവിടെ യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ പഴയ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ സന്തോഷവും സമയവും ഒക്കെ നിങ്ങൾ മറ്റൊരാളിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പം നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? നിങ്ങൾ ഒറ്റയ്ക്കായി. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് നിങ്ങൾ മാത്രമാണുള്ളത്. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ സ്നേഹിക്കുക, നിങ്ങളെ തന്നെ സ്നേഹിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് തന്നെ വന്നു ചേരും. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ടും നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരത്തിനായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻസായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.